ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. RRB NTPC പരീക്ഷയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമുക്കിത് തരാനുള്ളത്. ഈ മാസം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും ഈ എക്സാമിനുള്ളത്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ്. സോ RRB NTPC എക്സാം എന്ന് പറയുമ്പോൾ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലേക്കാണ്. ഇതിൽ നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിലുള്ള പോസ്റ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് RRB NTPC എക്സാം. ഒരുപാടധികം വേക്കൻസീസും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇതിലെ ഗ്രാജുവേറ്റ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് സെപ്റ്റംബർ 14th മുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഒക്ടോബർ 13 വരെയാണ്. ഒരു മാസത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതിൽ നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഏജ് ലിമിറ്റ് നമുക്ക് 18 to 36 വരെ നമുക്ക് വന്നിട്ടുണ്ട്. അത് കോവിഡ് പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു 3 years കൂടെ ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിൽ നമുക്ക് 1736, അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ 994, ഗുഡ്സ് ട്രെയിൻ മാനേജർ 3744, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 1507, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732. അങ്ങനെ 8000-ലധികം വേക്കൻസീസ് ആണ് ഈ ഗ്രാജുവേറ്റ് പോസ്റ്റിന് മാത്രം വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 21 മുതലായിരിക്കും അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ബിഗിൻ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാജുവേറ്റ്സിന് നേരത്തെ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അണ്ടർ ഗ്രാജുവേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 2022 വേക്കൻസീസ് ഉണ്ട്. അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 361, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 990, ട്രെയിൻ ക്ലർക്ക് 72. അങ്ങനെ 3445ഓളം വേക്കൻസീസ് ആണ്. എല്ലാ RRBസും കൂടെ ചേർന്ന് നമുക്ക് ഇത്രയധികം വേക്കൻസീസ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനും വരുന്നത്. ഇനി ഇതിലെ എക്സാം നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. CBT1 CBT2 ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, സിലബസ്, എക്സാം പാറ്റേൺ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 500 ആണ് ഫീസ് വരുന്നത്. SC ST എക്സ് സർവീസ്മെൻ, ഫീമെയിൽ ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി, EBC വരുന്ന കാറ്റഗറീസിനൊക്കെ തന്നെ 250 rupees ആണ് വരുന്നത്. നമ്മൾ എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ CBT എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ ഇത് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഓൺലി കാൻഡിഡേറ്റ്സ് ഹു അറ്റൻഡ് CBT വിൽ ഗെറ്റ് എ റീഫണ്ട് ഓഫ് ദർ എക്സാമിനേഷൻ ഫീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ നല്ല വേക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒപ്പം നമ്മൾ അതിന്റെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യണം. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ലേണിംഗോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. RRB NTPC CBT1 ആൻഡ് CBT2 കോഴ്സ്. ഇതിനകത്ത് നമുക്ക് സിലബസ് അനുസരിച്ച് ലെക്ചർ വീഡിയോസ്, MCQ വീഡിയോസ്, ഷോർട്ട് നോട്ട്സ്, PYQ വീഡിയോസ്, അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം അവൈലബിൾ ആണ്. 1 year വാലിഡിറ്റിയിലാണ് കോഴ്സ് വരുന്നത്. സോ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ തരുന്നതായിരിക്കും. താങ്ക് യു.